അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ബ്രഹ്മോസ്, ബറാക് പോലുള്ള അതിവേഗ മിസൈലുകളും ഉൾക്കൊള്ളുന്ന പുതിയ യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യൻ മഹാസമുദ്ര മേഖല ഇന്ന് തന്ത്രപ്രധാനമായ ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നാവിക സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമുദ്ര അതിർത്തികളിലെ ഇന്ത്യയുടെ നിരീക്ഷണ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും മിസൈൽ കരുത്തുമായി മഹേന്ദ്രഗിരി എന്ന പുതിയ യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരിക്കുന്നത്. ശത്രു റഡാറുകളിൽ പതിയാത്ത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ബ്രഹ്മോസ് പോലുള്ള അതിവേഗ മിസൈലുകളുടെ കരുത്തുമായാണ് ഇന്ത്യൻ സമുദ്ര അതിർത്തികളിലേക്ക് പുതിയ കാവൽക്കാരനായി മഹേന്ദ്രഗിരി കൂട്ടിച്ചേർക്കപ്പെടുന്നത്. പ്രൊജക്ട് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച നിൽഗിരി ശ്രേണിയിലെ 6ാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റാണ് മഹേന്ദ്രഗിരി. മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നിർമ്മിച്ച ഈ കപ്പൽ 2026 ഏപ്രിൽ 30 ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ഇന്ത്യൻ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്തെ ആത്മനിർഭർ മുന്നേറ്റത്തിന്റെ നിർണായക ചുവടുവയ്പാണ് മഹേന്ദ്രഗിരി എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മഹേന്ദ്രഗിരിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ തന്നെയാണ്. ശത്രു റഡാറുകളിൽ വ്യക്തമായി പതിയാതിരിക്കാനുള്ള പ്രത്യേക രൂപകൽപ്പനയും റഡാർ പ്രതിഫലനം കുറയ്ക്കുന്ന സംവിധാനങ്ങളുമാണ് ഈ കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആധുനിക സമുദ്ര യുദ്ധങ്ങളിൽ ശത്രുവിനെ ആദ്യം കണ്ടെത്തുകയും അതേസമയം സ്വയം മറഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്നതാണ് വിജയത്തിന്റെ പ്രധാന തന്ത്രം. ആ തന്ത്രം പ്രയോഗിക്കാൻ കഴിയും വിധത്തിലാണ് മഹേന്ദ്രഗിരിയുടെ രൂപകൽപ്പന. ഏകദേശം 149 മീറ്റർ നീളവും 6670 ടൺ വിസ്ഥാപന ശേഷിയുമുള്ള മഹേന്ദ്രഗിരിക്ക് മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വരെ വേഗത കൈവരിക്കാനാകും. ദീർഘദൂര സമുദ്ര ദൌത്യങ്ങൾക്കും യുദ്ധ സാഹചര്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. മഹേന്ദ്രഗിരിയുടെ കരുത്തിനെ വേറിട്ട് നിർത്തുന്നത് അതിലെ ആയുധ സജ്ജീകരണങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂസ് മിസൈലുകളിലൊന്നായ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഈ കപ്പലിലെ പ്രധാന ആക്രമണായുധമാണ്. സമുദ്രത്തിലെ ശത്രു കപ്പലുകളെയും കരയിലെ ലക്ഷ്യങ്ങളെയും അതിവേഗത്തിൽ ആക്രമിക്കാൻ ബ്രഹ്മോസിനാകും. ഇതിനൊപ്പം ബറാക് 8 ദീർഘദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും ഈ കപ്പലിലുണ്ട്. ശത്രു മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ തുടങ്ങിയവയെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്തി പ്രതിരോധിക്കാൻ ഇതിനാകും. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളും കൃത്യതയേറിയ മിസൈൽ ആക്രമണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതിരോധ ശേഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. 76 മില്ലിമീറ്റർ സൂപ്പർ റാപ്പിഡ് ഗൺ, ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റം, ടോർപിഡോ ലോഞ്ചറുകൾ, അത്യാധുനിക സോണാർ സംവിധാനം എന്നിവയും മഹേന്ദ്രഗിരിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. സമുദ്രത്തിനടിയിലെ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി നേരിടാൻ ഈ സംവിധാനങ്ങൾ സഹായകമാണ്. മഹേന്ദ്രഗിരി ഒരു യുദ്ധക്കപ്പൽ മാത്രമല്ല, ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെ പ്രതീകം കൂടിയാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലാണിത്. ഇതിന്റെ നിർമ്മാണത്തിൽ 100 കണക്കിന് ചെറുകിട ഇടത്തരം ഇന്ത്യൻ കമ്പനികളും പങ്കാളികളാവുകയുണ്ടായി. പ്രൊജക്ട് 17A പദ്ധതിയുടെ ഭാഗമായി 7 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളാണ് നിർമ്മിക്കുന്നത്. ഇവയിൽ 6 ഇതിനകം നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. നിൽഗിരി, ഉദയഗിരി, ഹിമഗിരി, താരാഗിരി, വിന്ധ്യഗിരി എന്നിവയാണ് ഇതുവരെ നാവികസേനയുടെ ഭാഗമായ മറ്റ് കപ്പലുകൾ. ഡുണാഗിരിയാണ് ഇനി കമ്മീഷൻ ചെയ്യാനുള്ളത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചരക്ക് നീക്കവും ഊർജ വ്യാപാരവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സൈനിക സാന്നിധ്യം ലോകശക്തികൾക്ക് നിർണായകമാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യത്തിനിടയിൽ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ വലയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ മഹേന്ദ്രഗിരി പോലുള്ള സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾക്ക് വലിയ പങ്കുണ്ടാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. റഡാറിൽ പതിയാതെ മുന്നേറാനും അതിവേഗ മിസൈൽ ആക്രമണം നടത്താനും ശത്രു അന്തർവാഹിനികളെ വേട്ടയാടാനും കഴിയുന്ന മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയുടെ പുതുതലമുറ യുദ്ധശേഷിയുടെ പ്രതീകമായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.